സാറേ, ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് ബൈഡൻ നെതന്യാഹുവിന് എന്തൊക്കെയോ നൽകുന്നു എന്ന് കേട്ടു. എന്തായിരിക്കും ഒരു വിടവാങ്ങൽ സമയത്ത് നെതന്യാഹുവിന് കിട്ടുന്ന ഗിഫ്റ്റിന് വലിയ മൂല്യം ഉണ്ടാകുമല്ലോ? അപ്പോൾ ഒരു പാർട്ടിങ് ഗിഫ്റ്റ് അല്ലെങ്കിൽ വിടവാങ്ങൽ സമ്മാനം നെതന്യാഹുവിന് ഓഫർ ചെയ്തിട്ടാണ് ഈ ബൈഡൻ വിടവാങ്ങുന്നത്. അതായത് ഒരു വശത്ത് ട്രംപ് ജനുവരി 20 ആകാനായിട്ട് ഇങ്ങനെ കണ്ണിലണ്ടി വെച്ച് കാത്തിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ ട്രംപിന്. ആ സമയത്ത് അദ്ദേഹം $8 ബില്യൺ ഒരു ആംസ് ഡീൽ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ അപ്രൂവൽ വേണം, എന്നാലും അത് ഇറ്റ് ഈസ് ഓൺലി എ ഫോർമാലിറ്റി. അത് കിട്ടിക്കഴിയുമ്പോൾ $8 ബില്യൺ കിട്ടാൻ പോണത്. അത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് എമൗണ്ട്. അപ്പോൾ എന്തായാലും ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ഒന്നുകൂടി ബോൾസ്റ്റർ ചെയ്യാൻ, ഒന്നുകൂടി ശക്തിപ്പെടുത്താനായിട്ട് തീരുമാനമെടുത്തിട്ടാണ് ട്രംപ് പിരിയുന്നത്. അതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു സമ്മാനം. അതായത് ട്രംപ് ആൾ പോസിറ്റീവാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇസ്രായേലിനെ എങ്ങനെ വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. പക്ഷേ നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിട്ടുന്ന സമയത്ത് തന്നെ വാങ്ങിച്ചു വെച്ചേക്കാം എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ എമൗണ്ട് ഉപയോഗിക്കാൻ പോകുന്നത് ആംറാം മിസൈൽസ്, ഹെൽഫയർ മിസൈൽസ്, പിന്നെ ഫൈറ്റർ ജെറ്റ്സ്, ഹെലികോപ്റ്ററിലൊക്കെ ഉപയോഗിക്കുന്ന മ്യൂണീഷൻസ്, പ്ലസ് ഗൈഡഡ് വെപ്പൺസ് മുതലായ സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ് സംഘടിപ്പിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്ന അതാണ്. പിന്നെ അതുകൂടാതെ October 7 ആക്രമണം ആരംഭിച്ച സമയത്ത് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും റാഫ വിട്ടു പോകരുത്. റാഫ എന്ന് പറഞ്ഞ ഒരു റെഡ് ലൈനാണ്, അത് ക്രോസ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഈ ഇത് വെപ്പൺസ് നൽകുന്നത് നിർത്തിവെക്കും. അതുകൊണ്ട് ഇറ്റ് ഈസ് എ റെഡ് ലൈൻ, അത് ക്രോസ് ചെയ്യരുത്, അത് ക്രോസ് ചെയ്ത് എംബാർഗോ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ പറഞ്ഞതൊക്കെ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആവശ്യം വരുമ്പോൾ ഇസ്രായേലിനെ സഹായിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഈ കൊടുക്കുന്ന പുതിയ ഫണ്ട് $7 ബില്യൺ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബൈഡൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ സിറ്റിസൻസിനെ രക്ഷിക്കുക, അവരെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്തമാണ്. അവരത് ചെയ്തോട്ടെ, അതിന് അവർക്ക് ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇറാനും അവരുടെ പ്രോക്സിസും, അതായത് ഇറാഖ്, സിറിയ, ലബനോൺ, യമൻ, പിന്നെ ഗാസ, ഇവിടെ നിന്നൊക്കെ ഇസ്രായേലിനെതിരെ ആക്രമണം വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇസ്രായേലിലെ ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്തമാണ്. അത് അവർക്ക് ചെയ്യാം. അവർ കൺസിസ്റ്റൻറ്റ് വിത്ത് ഇൻ്റർനാഷണൽ ലോസ് ആൻഡ് ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോസ്, ഇത് രണ്ടും പാലിച്ചുകൊണ്ട് സ്വന്തം ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്തമാണ്. അവരത് ചെയ്യും. അതിനവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പോൾ ബൈഡൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈജിപ്റ്റായിട്ട് ധാരണയിലെത്തിയിട്ടുണ്ട്. ഈജിപ്തിൻ്റെ റാഫേൽ, അതേപോലെ F-16 വിമാനങ്ങൾ അവർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. റഫേൽ എന്ന് പറയുമ്പോൾ ഫ്രാൻസിൽ നിന്നും F-16 അമേരിക്കയിൽ നിന്നും കിട്ടിയിരിക്കുന്ന വെപ്പൺസാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഈ ഈജിപ്ഷ്യൻ പ്രസിഡൻറ്റ് അൽ-സിസി ആയിട്ട് ധാരണയിലെത്തിയിട്ടുണ്ട്. അൽ-സിസിയും അവരും ഈ പറഞ്ഞ റാഫേലും അതേപോലെ F-16 ഉപയോഗിച്ച് ഹൂത്തികളെ ആക്രമിക്കാൻ പോവുകയാണ്. കാരണം ഹൂത്തികൾ ഈ കളി മുഴുവനും റെഡ് സീയിൽ കളിച്ച് അവിടെ അമേരിക്കയുടെ കപ്പലുകളും വെസ്റ്റേൺ കൺട്രീസിൻ്റെ കപ്പലുകളും ഒക്കെ തകർക്കണ കാരണം എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂയസ് കനാൽ വെറുതെ കിടക്കുകയാണ്. അതിൽ കൂടെയുള്ള ട്രാൻസ്ഷിപ്മെൻ്റൊക്കെ വളരെ കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ $7 ബില്യൺ ഉണ്ടല്ലോ, ആ എമൗണ്ടിൻ്റെ നഷ്ടം ഈജിപ്തിന് വന്നിരിക്കുകയാണ്. ഈ അവരുടെ സൂയസ് റവന്യൂ എന്നാണ് അതിന് പറയുന്നത്. സൂയസ് കനാലിലൂടെ ക്രോസ് ചെയ്യുന്നതിൽ നിന്ന് നല്ലപോലെ തുക കിട്ടുന്നുണ്ട് അവർക്ക്. ഈ ഷിപ്പുകൾ ഓരോ രാജ്യങ്ങളും അതിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോൾ അപ്പോൾ അത് നല്ലൊരു തുക കിട്ടുന്നതാണ്. അത് അവർക്ക് ഇപ്പോൾ വളരെ മോശമായിപ്പോയി. $7 ബില്യൺ നഷ്ടമാണ് ഈജിപ്തിന് ഈ ഹൂത്തികൾ കാരണം വന്നിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ വെസ്റ്റേൺ കൺട്രീസിൻ്റെ ഷിപ്പൊക്കെയാണ് ഇവർ ആക്രമിക്കുന്നത്, ഈജിപ്തിൻ്റെ ഷിപ്പ് ആക്രമിക്കുന്നില്ല. പക്ഷേ ഈ സൂയസ് കനാൽ വെറുതെ കിടന്നു കഴിഞ്ഞാൽ ഈജിപ്റ്റ് വരണ്ടു പോകും, അവരുടെ റവന്യൂ. അതാണ് സാമ്പത്തികം ഇല്ലാതെ ഇപ്പോൾ. അപ്പോൾ ഈ അതിൻ്റെ കൂട്ടത്തിൽ ബൈഡൻ പറയണത് ഈജിപ്റ്റ് അവരെ ആക്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ചാർട്ടർ 51 അതിലെ ആർട്ടിക്കിൾ 51 പ്രകാരം നമ്മളെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് തിരിച്ചാക്രമിക്കാനായിട്ട് നമുക്ക് അവകാശമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈജിപ്തിന് ഈ ഹൂത്തികളെ ആക്രമിക്കാൻ എല്ലാ അർഹതയുണ്ട്, അവകാശമുണ്ട്, അതിലൊരു തെറ്റും പറയാനില്ല. പിന്നെ സൗദി അറേബ്യ ഇപ്പം തന്നെ ഈ ഹൂത്തികളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് അവർ തമ്മിൽ ഇങ്ങനത്തെ
ഈ യുദ്ധം സമാന സാഹചര്യമുണ്ട്. 2 ലക്ഷത്തോളം പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി കൂടുമ്പോൾ സൗദി അറേബ്യയും കൂടി കൂടും. അതായത് ഹൂത്തികളെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ മാത്രം ദൗത്യമല്ല. റെഡ് സീ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ്, ഒരു രാജ്യത്തിനോ 2 രാജ്യത്തിനോ ഉള്ളതല്ല. അതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇവരെല്ലാവരും കൂടി കൂടും. ആ കൂടിച്ചേരൽ ഇസ്രായേലിനാണ് ഹെൽപ്പാകുന്നത്. കാരണം അൾട്ടിമേറ്റ്ലി ഇസ്രായേലിനെതിരായിട്ടാണ് അവർ ചെയ്യുന്നത്. മറ്റുള്ളവരെയാണ് ആക്രമിക്കണമെങ്കിലും ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാനാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ബൈഡൻ ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വീണ്ടും ഹൂത്തികളെയും കൂടി ആക്രമിക്കാൻ വരുമ്പോൾ ഇസ്രായേലിന് കാര്യമായിട്ട് സഹായമാകും. +7 ബില്യൺ ഡോളേഴ്സും കൊടുക്കാനുള്ള അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ നെതന്യാഹുവിന് നല്ലൊരു പാർട്ടിംഗ് ഗിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ നെതന്യാഹുവിൻ്റെ ഈ ഭരണകൂടം ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ലായിരുന്നു. അപ്പം ഈ ബൈഡൻ ഭരണകൂടവും കൃത്യമായ സഹായങ്ങൾ നൽകിയിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ ട്രംപ് മാത്രമല്ല, അമേരിക്കൻ ഭരണകൂടം എല്ലായ്പ്പോഴും ഇസ്രായേലിനെ സഹായിക്കുന്നു. കാരണം രണ്ടിടത്തും ജൂത വംശജർ കൂടുതലാണ്. അപ്പോൾ ആ നിലയിൽ ഇനി ആര് മാറി വന്നാലും ഈ അമേരിക്കയുടെ സഹായം ഈ നെതന്യാഹുവിന് അല്ലെങ്കിൽ ഇസ്രായേലിന് കിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ആര് മാറി വന്നാലും കിട്ടും. അമേരിക്ക എന്തായാലും ഇസ്രായേലിനെ കൈവിടില്ല. അതിപ്പോൾ എത്രയോ വർഷങ്ങളായി 1948 ഫോം ചെയ്ത്. അതെ, അന്ന് തൊട്ട് ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് ഒരു തമ്മിൽ സൗന്ദര്യപ്പണക്കം ഉണ്ടാവും. ഉദാഹരണത്തിന് റാഫ ക്രോസ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. റാഫ ക്രോസ് ചെയ്താൽ അത് റെഡ് ലൈൻ ക്രോസ് ചെയ്യലാണ്, ഞങ്ങൾ ഇനി ഒന്നും തെറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ അങ്ങനെ പറയും, എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ കേൾക്കും. കേട്ടത് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ പോകും. അതൊക്കെ സംഭവിക്കും. പക്ഷേ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ മറ്റൊരു സ്റ്റേറ്റ് പോലെയാണ് അവർ കാണുന്നത്, അവരുടെ സ്വന്തം എന്നുള്ള രീതിയിൽ. അതേപോലെ ഇസ്രായേലാണെങ്കിലും അമേരിക്കയെ സ്വന്തമായിട്ടാണ് കാണുന്നത്. പിന്നെ അമേരിക്കയ്ക്ക് എന്താവശ്യം വന്നു കഴിഞ്ഞാലും ഇസ്രായേലിൻ്റെ ടെറിട്ടറി ഉപയോഗിക്കാനും ഇപ്പോൾ അമേരിക്കയുടെ കപ്പലുകൾ പല കടലുകളിലുണ്ട്, എയർക്രാഫ്റ്റ് കാരിയേഴ്സ്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അമേരിക്കയുടെ ഒരു എയർക്രാഫ്റ്റ് കാരിയർ പോലെയാണ്. അത് കടലല്ല, കരയാണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇസ്രായേൽ വഴി എന്ത് കാര്യം സാധിക്കണമെങ്കിലും അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടില്ല. അമേരിക്ക എന്താവശ്യപ്പെട്ടാലും അവർ നോ പറയാൻ സാധ്യത വളരെ കുറവാണ്. അതേപോലെ ഇസ്രായേലിന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അമേരിക്ക അവരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിലൊക്കെ ചില സമയത്ത് ഇസ്രായേലിനെതിരെ പ്രമേയങ്ങൾ വരുമ്പോൾ അവരാരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. എല്ലാവരും ഇവർക്കെതിരെ വോട്ട് ചെയ്യും, ഇന്ത്യ അടക്കം. ആ സമയത്ത് പോലും ചില സമയങ്ങളിൽ അമേരിക്ക ഒറ്റയ്ക്കായിരിക്കും, ഒരേ ഒരു രാജ്യമായിട്ടായിരിക്കും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇസ്രായേലിന് എപ്പോഴും അമേരിക്കയുടെ സപ്പോർട്ടുണ്ട്, അതിലൊന്നും പ്രശ്നമില്ല. മാത്രമല്ല അമേരിക്കക്കാർക്കൊക്കെ ഇസ്രായേലിനോട് ഭയങ്കര അഡ്മിറേഷനാണ്. കാരണം ഒന്നാമത്തെ അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റിൽ ഡെമോക്രസിയുടെ ഏറ്റവും നല്ല എക്സാമ്പിളാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നല്ല ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഡെമോക്രസി എന്നേ അവർ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഡെമോക്രസിയാണ്, ദേ ക്യാൻ അഫോർഡ് ടു ഡു ദാറ്റ് ബിക്കോസ് ദേ ആർ സച്ച് എ റിച്ച് ആൻഡ് പ്രോസ്പെറസ് കൺട്രി. പിന്നെ ഇന്ത്യയിലുണ്ട് ഡെമോക്രസി, നമ്മളും അങ്ങനെ വലിയ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും നമ്മളത് മാനേജ് ചെയ്യുന്നു. അപ്പോൾ അമേരിക്കയുടെ പോലെയല്ല ഇസ്രായേലിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഈസ് സറൗണ്ടഡ് ബൈ എനിമീസ്. എല്ലാ എനിമീസിനും ഇപ്പോൾ അറബികൾ ഇപ്പം അത്രയും കാണിക്കുന്നില്ലെങ്കിലും നേരത്തെ അറബികളുടെ സ്വപ്നമായിരുന്നു ഇസ്രായേലിനെ തുടച്ചു മാറ്റി തൂത്തുമാറ്റി ഇല്ലാതാക്കുക എന്നുള്ളത്. അത്രയും വലിയ അപകടം ഉണ്ടായിട്ട് പോലും ഇസ്രായേലിൻ്റെ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ 24 കാരറ്റ് ഡെമോക്രസിയാണ്. ഒരു കോട്ടവും ഒരു കേടും ഒരിക്കലും വരുന്നില്ല, ഇത്രയും പരീക്ഷണ ഘട്ടങ്ങളുണ്ടായിട്ട്. ഇന്ത്യക്ക് ഇതേപോലത്തെ ഒരു പരീക്ഷണഘട്ടം വന്നാലുണ്ടല്ലോ, അപ്പോൾ അത് ഇതുപോലത്തെ ഡെമോക്രസി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എമർജൻസി റൂൾ പോലെ ആയിരിക്കും പോകുന്നത്. പിന്നെ കാര്യങ്ങൾ മാറും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. ചിലപ്പോൾ പാകിസ്ഥാനായിട്ടൊരു യുദ്ധമോ എന്തെങ്കിലുമൊക്കെ വന്നാൽ തന്നെ അധികം ദിവസം നീണ്ടു നിൽക്കാറില്ലല്ലോ. അപ്പോഴേക്കും എല്ലാവരും ഇടപെട്ട് അതെങ്ങനെയെങ്കിലും പരിഹരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു എമർജൻസി ഇല്ല. അതുകൊണ്ട് എല്ലാവിധ അഡ്വേഴ്സ് കണ്ടീഷൻസ് ഉണ്ടായിട്ടും അതിനെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ സർക്കംവെൻറ്റ് ചെയ്തിട്ട് അവർ ഈ ഡെമോക്രസി നിലനിർത്തുന്നു എന്നുള്ളത് ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. ആ കാര്യത്തിൽ അമേരിക്കയും വെസ്റ്റേൺ കൺട്രീസും ഇസ്രായേലിനോട് വളരെ അഡ്മിറേഷൻ ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യും. ആ സപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ പഴയ പോലെ തന്നെ അമേരിക്കയുടെ, അതിപ്പോൾ ഏത് പ്രസിഡൻ്റ് ആയാലും ഇസ്രായേലിന് കിട്ടും. ഇപ്പോൾ ഈ അബ്രഹാം മതങ്ങൾ എന്ന് പറയുന്ന യഹൂദ മതവും അതുപോലെ തന്നെ ക്രൈസ്തവ മതവും ഒക്കെ ഉള്ള രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. എന്നാൽ പൂർണ്ണമായിട്ടും ഈ അബ്രഹാം മതത്തിൽ ഉൾപ്പെട്ട ഇസ്ലാം മതത്തിലെ എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നില്ല. ഏക രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ്. അപ്പോൾ ആ ഇറാനെ കൃത്യമായിട്ട് ഇസ്രായേലിനെ ഉപയോഗിച്ച് അമേരിക്ക ചൊൽപ്പടിക്ക് നിർത്തി. മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴാണ് ഇറാനിലെ ഓയിലുമായി ബന്ധപ്പെട്ട കച്ചവടം എല്ലാം പൂട്ടിച്ചത്, ആണവ സംബന്ധമായ പ്രശ്നം പറഞ്ഞത്. ഇപ്പോൾ ഇറാൻ്റെ പ്രശ്നം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഒത്തുതീർപ്പ് നടന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഞങ്ങൾ അമേരിക്കയുമായിട്ടുള്ള ഒരു
നല്ല രീതിയിൽ പോകാം. കാരണം ഇസ്രയേലിനെ എതിർത്തതിൻ്റെ പേരിൽ ഹമാസിനെയും ഹിസ്ബുള്ളയും ഹൂത്തികളെയും എല്ലാം തീർത്തു. അതായത് ഇറാൻ്റെ നിഴൽ സേന എല്ലാം തകർത്ത് കളഞ്ഞു. ഇനി ഇറാന് ശക്തിയില്ല. ഇസ്രയേൽ ഉപയോഗിച്ച ആക്രമണത്തിലൂടെ ഇറാൻ്റെ ആയുധ സംഭരണശാലകളും തകർത്തും. ഇനി അവിടെ ഒരു ആഭ്യന്തര കലാപം പോലും പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് മത നേതൃത്വം ഒരു താൽക്കാലിക വെടിനിർത്തൽ അല്ലെങ്കിൽ ഒത്തുതീർപ്പ് അങ്ങനെ ഒരു ശ്രമം നടത്തി. അല്ല, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ആയത്തുള്ള റൂഹുള്ള കൊമൈനി ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ദൈവമായിട്ട് രക്തബന്ധമുള്ള ആളെ പോലെയാണ് നടന്നിരുന്നത്. അതൊക്കെ മണ്ടത്തരാണെന്ന് ഇപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലായി. കാലം മാറി. ഇപ്പം എല്ലാവർക്കും ലോകത്തെ മുഴുവനും അറിയാമല്ലോ. ഇൻ്റർനെറ്റ് വഴിയും കമ്പ്യൂട്ടർ വഴിയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ ഈസ് സ്റ്റിൽ ഏത് വർഷത്തിലാണ്? നമുക്കിപ്പോൾ 2025 ആയി. അവർക്ക് ഇപ്പോഴും 1979 തന്നെയാണ് ഇറാനിൽ. കാരണം നമുക്കറിയാമല്ലോ, അവരുടെ പ്രസിഡന്റ് പോയിരുന്നു. അവരുപയോഗിച്ച ഹെലികോപ്റ്റർ 79 മുമ്പ് ആയത്തുള്ള ഇനി വരുന്നതിന് മുമ്പുള്ള ഹെലികോപ്റ്ററാണ്. അപ്പോൾ അവരിപ്പോഴും തയ്യാറി 1971. പക്ഷേ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇൻ്റർനെറ്റും മറ്റ് മാർഗങ്ങളും ഒക്കെ വഴി, അതേപോലെ സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകുന്നത് വഴി ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ കുറേയൊക്കെ ബോധ്യപ്പെട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ആയത്തുള്ള എന്നൊക്കെ പറഞ്ഞ് നടന്ന പഴയ പോലെ ചിലവാകില്ല. അതുകൊണ്ട് ദേ ഹാവ് ടു ചേഞ്ച് ആൻഡ് ദേ ആർ റെഡി ടു ചേഞ്ച്. പിന്നെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കാർഡിയാക് സർജനാണ്, ഹാർട്ട് സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഈ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ഈ വക വേഷം കെട്ടുകളൊന്നും അധികം നടക്കില്ല. അപ്പോൾ ഇറാൻ ഈസ് ഗോയിങ് ടു ചേഞ്ച്. പിന്നെ വേറെ ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടതാണ്, വായിച്ചതാണ്. നേരാണോന്നൊന്നും നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് അറിയാൻ പറ്റില്ല. ഇറാനിൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് 10 ലക്ഷം പേര് ക്രിസ്ത്യാനികളായെന്ന് പറയുന്നുണ്ട്. അത് വാർത്തകൾ വന്നിരുന്നു. പല പക്ഷേ എനിക്കതങ്ങ് വിശ്വസിക്കാൻ കുറേ നാളായി ശ്രമിക്കുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു ചേഞ്ച് വരിക എന്നുള്ളത്. പക്ഷെ കാണുന്ന എല്ലാ പ്രധാന കാര്യമുണ്ട് സാർ. ഈ ഇറാനിലെ ഈ മതഭരണകൂടത്തെ പേടിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോയ പലരും ക്രൈസ്തവ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അപ്പോഴാണ് യൂറോപ്പിന്റെ സ്വാതന്ത്ര്യമൊക്കെ അവരറിഞ്ഞത്. അപ്പോൾ അവരുടെ ബന്ധുക്കൾ, അവരുടെ സുഹൃത്തുക്കളൊക്കെ ഉള്ളവരെ സ്വാഭാവികമായിട്ട് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അവർ നോക്കി, ശരിയാ, ഈ മുസ്ലിം മതത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രാകൃതമായ ആചാരങ്ങളൊക്കെ അവർ അനുഷ്ഠിക്കേണ്ടത്. ക്രൈസ്തവ മതത്തിലേക്ക് പറഞ്ഞാൽ അത് വേണ്ട. അപ്പോൾ ആ ഒരു നീക്കമായിരിക്കും. എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഈ പുതുവത്സര സമ്മാനം എന്ന നിലയിൽ ബൈഡൻ വെച്ച് നീട്ടിയ ആ ഗിഫ്റ്റ്, അത് നെതന്യാഹുവിനും ഇസ്രായേലിനും ഒരു വലിയ സന്തോഷത്തിന് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു ആഘോഷ പാർട്ടി നടത്താനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.